അപ്പം ഇങ്ങോട്ട് ഇന്ന് വീണ്ടും ഒരു ഫുഡ് വീഡിയോ ആണ്. ഈ കുഴിമന്തി എന്നൊക്കെ ബോർഡ് കാണുമ്പോൾ നിങ്ങൾ കരുതി ഞങ്ങൾ കുഴിമന്തി കഴിക്കാനാണ് ഇറങ്ങിയതെന്ന്. ശരിയാണ്, ഞങ്ങൾ കുഴിമന്തി കഴിക്കാനാണ് ഇറങ്ങിയത്. ബോർഡ് കണ്ട് കയറിയതും അതിന് തന്നെയാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഇങ്ങോട്ട് ട്രാക്ക് മാറ്റി. ഈ കയറി വരുമ്പോൾ തന്നെ കണ്ടോ അടുക്കി പെറുക്കി വെച്ച് ചിക്കനാണ് കാണുന്നത്. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ നേരെ അങ്ങോട്ട് ചെന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾ എത്തിയത് കുറച്ച് നേരത്തെ ആയിരുന്നു. തിരക്ക് വരാനുള്ള സമയം ആവണേ ഉള്ളൂ. എന്താണെന്നറിയില്ല, താഴെ ഇരുന്ന് കഴിച്ചാൽ ഞങ്ങൾക്ക് ഇറങ്ങൂല. അതുകൊണ്ട് ഞങ്ങൾ നേരെ സ്റ്റെപ്പ് കയറി മുകളിലെത്തി. ഞങ്ങളെ സീറ്റൊക്കെ പിടിച്ചു. ഞാൻ എൻ്റെ കെട്ടിയവനും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞങ്ങൾ പ്ലേറ്റ് കൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയാണ്. അതുവരെ ഞങ്ങൾ ആ സ്ഥലത്തിൻ്റെ ഭംഗി നോക്കിയിരിക്കുന്നു, പെയിൻറ്റും ഇതും. പിന്നെ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറേ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരുന്നു. സമയം പോകണ്ടേ, അവർ കൊണ്ടുതരുന്നവരെ കാത്തിരിക്കണ്ടേ. പിന്നെ ഞങ്ങളവിടെ ആൾക്കാർ എണ്ണൊക്കെ എടുത്തു. വലിയ തിരക്കുണ്ടായിരുന്നില്ല സംഭവത്തിൽ. ഞങ്ങൾ ഇറങ്ങിയ സമയത്തൊക്കെ പിന്നെ തിരക്ക് വരുന്നുണ്ടായിരുന്നു. എന്തായാലും അവിടെ എത്തിയപ്പോൾ ട്രാക്ക് മാറ്റിയിട്ട് ഞങ്ങൾ നെയ്ച്ചോറിക്കാണ് ചാടിയത്. നെയ്ച്ചോറ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. എപ്പോൾ കിട്ടിയാലും ഞാൻ കഴിക്കും. നെയ്ച്ചോറുണ്ടെങ്കിൽ പിന്നെ ചിക്കൻ പൊരിച്ചത് മസ്റ്റാണ്. അതിൻ്റെ കൂടെ അവർ രണ്ട് പപ്പടമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ പൊള്ളിച്ചത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ട്രൈ ചെയ്യാനാണ് കാര്യമായിട്ട് പോയത്. കാരണം ഈ വാഴേൻ്റെ ഇലയിലൊക്കെ എന്തുണ്ടാക്കി തന്നാലും ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഒരു പ്രത്യേക ഫ്ലേവറായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ടത് അവിടുത്തെ കറിയാണ്. ഈ കഴിച്ചതിൽ ഏറ്റവും മുതലായത് ഈ കറിയാണ്. കാരണം അതിലിഷ്ടം പോലെ പീസ് ഉണ്ടായിരുന്നു. ഇത്ര തിക്കായിട്ടൊന്നും ഗീ റൈസിന് കറി കൊടുക്കണത് ഞാൻ വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല. എല്ലായിടത്തും കിട്ടുന്നത് ഒരു വെള്ളം പോലത്തെ ഒരു കറിയായിരിക്കും, നെയ്ച്ചോറിന് മാച്ചായിട്ടുള്ള. പക്ഷെ ഇത് അങ്ങനെ അല്ലായിരുന്നു. ഇത് നല്ല തിക്കായിട്ടുള്ള കറിയായിരുന്നു. പോരാത്തതിന് അവർ ബക്കറ്റ് കൊടുക്കാൻ ഞങ്ങൾ മുമ്പിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്തു. ചെറിയ പാത്രത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൽ മാത്രമല്ലേ കഴിക്കുള്ളൂ. ഇതങ്ങനെ കൊണ്ടുവച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ എടുത്ത് കഴിച്ചു. പിന്നെ ഞങ്ങൾ പിന്നെയും ഇതിങ്ങനെ തിരിച്ചു വന്നു. പൊള്ളിച്ചത് അതെങ്ങനെയൊക്കെ ഫിനിഷ് ആക്കണമല്ലോ. നിൻ്റെ കെട്ടിന് എന്തായാലും നല്ല പാടുപെട്ട് ശ്രമിക്കുന്നുണ്ട്. ആൾ സലാഡും ചമ്മന്തിയും പീസും ഒക്കെ കൂട്ടി ഭയങ്കര പിടുത്തമായിരുന്നു. പിന്നെ അവിടെ രണ്ട് പപ്പടം ഇരിക്കുന്ന കണ്ടില്ലേ. ഞാൻ പപ്പടം കഴിക്കാറില്ല, ഇല്ലെങ്കിൽ ഞാനത് എപ്പോഴും അകത്താക്കിയിട്ടുണ്ടാവും. ഞാൻ കഴിക്കാത്തതുകൊണ്ട് മാത്രമാണ് അത് അവിടെ ഇങ്ങനെ ആ ഒരു കോലത്തിലിരിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള കാര്യം അങ്ങനെയല്ല, ഞാൻ നല്ല ആസ്വദിച്ച് തിന്നുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഞാൻ അടിപൊളിയായിട്ട് എൻ്റെ മട്ട പോലെ ഇതൊക്കെ കഴിക്കുന്നുണ്ട്. ചിക്കൻ പീസായിട്ട് മത്സരിക്കുന്നതാണ് ഈ കാണുന്നത്. എന്തായാലും അടിപൊളിയാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എന്തൊക്കെയോ കുറേ സംസാരിക്കണമൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. കറിയിൽ നിന്ന് ചിക്കൻ പീസ് ഊറ്റിയെടുക്കുന്ന സീനാണ് ഈ കാണുന്നത്. ഞാൻ കുറേ എടുത്തു, പിന്നെ എനിക്ക് തോന്നി മോശമല്ല ഇത്രയൊക്കെ എടുക്കണതെന്ന്. അപ്പം ഞാൻ പിന്നെ 2 പീസ് അയക്കാൻ ഇട്ടു. അത്ര അടിപൊളി കറിയാണ്. കാരണം വേറെ എവിടെ നിന്നും ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല. എവിടെ പോയാലും കിട്ടുന്നത് ആ വെള്ളം പോലുള്ള കറിയാണ്. ഇങ്ങനെ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വേറെ എവിടെയും ഞാൻ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. അങ്ങനെ ഏതായാലും ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഞങ്ങളെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.